പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 15-ാം തീയതി ശനിയാഴ്ച. പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പുതിയൊരു പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും ഈശോയോടൊപ്പം ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. കർത്താവിന് ചേരാത്തതൊന്നും ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 11-ാം വചനം ഇന്ന് ധ്യാനിക്കാം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നേതാവ് ക്രിസ്തുവാണ്. അവൻ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഒരു യഥാർത്ഥ നേതാവ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട്. സമൂഹത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉയർന്ന പദവി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം തന്ന വലിയ ദാനമാണ് എന്ന് തിരിച്ചറിയണം. തൻ്റെ കീഴിൽ വരുന്ന ഓരോരുത്തരോടും എപ്രകാരം വർത്തിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. വചനം പഠിപ്പിക്കുന്നത് പോലെ എളിമയോടെയും സ്നേഹത്തോടെയും വർത്തിച്ചാൽ അനേകം ഹൃദയങ്ങളിൽ അവർ ജീവിക്കും. പലർക്കും അവൻ ദൈവതുല്യനായിത്തീരും. ഒരു നാൾ നാം എല്ലാവരും സെമിത്തേരിയിൽ ഒരുപോലെ കിടക്കേണ്ടവരാണ് എന്ന് ധ്യാനിച്ചാൽ മാത്രം മതി നമ്മുടെ ജീവിതം എളിമയുള്ളതായി മാറാൻ. ഈശോയെ, എല്ലാവരെയുംകാൾ എളിയവനായി ജീവിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ദൈവകൃപ നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.